കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ റോഡ് പ്രവൃത്തിക്കിടെ നിർമ്മിച്ച കലിങ്കിൽ വീണ് വയോധികൻ മരിച്ച സംഭവത്തിൽ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് മുസ്ലിം ലീഗ് വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി. മരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണം. റോഡിനോട് ചേർന്ന ഡിവൈഎഫ്ഐയുടെ ബസ് സ്റ്റോപ്പും അപകട ഭീഷണിയാണെന്നും അത് സംബന്ധിച്ചും പരിശോധന നടത്തണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും അപകടം എങ്ങനെ നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് അത് ഏതെങ്കിലും വണ്ടി തട്ടി അവിടെ ഇട്ടതാണോ, അത്രയും സ്പേസ് ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ കൃത്യമായ പോലീസ് അന്വേഷണം നടത്തണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭവുമായി മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് മുന്നോട്ട് പോവുകയാണ്. അടിയന്തരമായിട്ട് ഇതിന് അന്വേഷണം നടത്തി CCTV ഫുട്ടേജൊക്കെ ഉപയോഗപ്പെടുത്തി ഇതിൻ്റെ കാരണം കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയാനുണ്ട്, നാട്ടുകാർക്ക് മരണകാരണം അറിയേണ്ടതുണ്ട്. അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ്, ഈ വയോധികൻ എങ്ങനെയാണ് മരിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണമൊന്നും തന്നെ വന്നിട്ടില്ല, വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ ലീഗിന്റെ ആവശ്യം എന്താണ്? നിലവിൽ അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്നത് കണ്ട ആരുമില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദുരൂഹത ആരോപിക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി വീട്ടിൽ നിന്ന് പുറത്തുപോയ മൂസയാണ് സാധനങ്ങൾ വാങ്ങി മടങ്ങുമ്പോൾ ഈ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. ഈ കുഴിയിൽ വീണാണ് മരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം രാത്രി 11 മണിയോടെ നാട്ടുകാർ കണ്ടെത്തുമ്പോൾ മരിച്ച നിലയിലായിരുന്നു. ഈ കുഴിയിൽ വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ പ്രദേശത്ത് വളരെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ് ഇത്. ഈ പ്രവൃത്തി തന്നെയും കുറെ അപകട സാധ്യതകൾ ഉണ്ടാക്കുന്നതാണ് എന്നും ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ വാർത്താസമ്മേളനത്തിൽ അവർ പറയുന്നത് പ്രദേശത്തുള്ള ഡിവൈഎഫ്ഐയുടെ ബസ് സ്റ്റോപ്പും വലിയ അപകട ഭീഷണിയാണ് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലീഗ് പ്രവർത്തകർ ആരോപിക്കുന്ന ഒരു കാര്യം, ആരെങ്കിലും അപകടപ്പെടുത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട് എന്നെല്ലാമാണ് ഇപ്പോൾ പറയുന്നത്. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം, അതുപോലെ തന്നെ മരണം സംബന്ധിച്ച് പോലീസ് സമഗ്രവും കാര്യക്ഷമമായ അന്വേഷണം നടത്തണം, നൂറുകണക്കിന് വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡിൽ സുരക്ഷ പ്രധാനപ്പെട്ടതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ വില്യാപ്പള്ളിയിലെ മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച ഒരു അവ്യക്തത, ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് മരിച്ചത് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വാഭാവികമായി അബദ്ധത്തിൽ ഈ കുഴിയിൽ വീണതാണെങ്കിൽ പോലും ഈ റോഡ് നിർമ്മാണവും കലുങ്കി നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. പ്രദേശത്തെ ഡിവൈഎഫ്ഐയുടെ ബസ് സ്റ്റോപ്പും അപകടത്തിന് കാരണമാകുന്നുണ്ട് തുടങ്ങിയ ആരോപണങ്ങളെല്ലാമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്.